ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇറാനും അമേരിക്കയും ആക്രമണങ്ങൾ പുനരാരംഭിച്ചതോടെ ഗൾഫ് മേഖല വീണ്ടും സംഘർഷഭരിതമാകുന്നു. ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ബഹ്റൈനിലെ US താവളങ്ങൾക്ക് നേരെയും പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ യുദ്ധവിമാന താവളങ്ങൾക്ക് നേരെ കൂടുതൽ ലക്ഷ്യങ്ങളിൽ അമേരിക്കയും ആക്രമണം ശക്തമാക്കുന്നു. കൂടുതൽ അമേരിക്കൻ പോർവിമാനങ്ങൾ മേഖലയിലേക്ക് തിരിച്ചതോടെ തിരിച്ചടി ശക്തമാക്കാൻ ഇറാൻ സേനയും വിപുലമായ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ സേനയുടെ നീക്കങ്ങൾക്ക് തക്കതായ തിരിച്ചടി നൽകുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ സൈന്യം. ഗൾഫ് മേഖലയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിൽ ആഴ്ത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും പരസ്പര സൈനിക ആക്രമണങ്ങൾ വീണ്ടും ശക്തമാക്കിയിരിക്കുന്നത്. മേഖലയിലെ US സൈനിക താവളങ്ങളെയും സഖ്യരാഷ്ട്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ കടുപ്പിച്ചതോടെയാണ് പ്രത്യാക്രമണവുമായി അമേരിക്ക രംഗത്തെത്തിയത്. ബഹ്റൈനിലെ പ്രമുഖ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് മറുപടിയായി ഇറാന്റെ ഉള്ളിലുള്ള പ്രമുഖ വിമാനത്താവളങ്ങളെയും യുദ്ധവിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് അമേരിക്ക ആക്രമണം ശക്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിച്ചുകൊണ്ട് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ സൈനിക വിഭാഗം. US സേനയുടെ ഏത് നീക്കത്തെയും ശക്തമായി ചെറുക്കാനും മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് വിപുലമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും ഇറാൻ തങ്ങളുടെ സൈന്യത്തെ സജ്ജമാക്കി കഴിഞ്ഞു. മധ്യപൂർവ്വ ഏഷ്യയിൽ വീണ്ടും ആളിപ്പടരുന്ന ഈ യുദ്ധസമാനമായ അന്തരീക്ഷം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകരാൻ ഇത് കാരണമാകുന്നതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില വർദ്ധിപ്പിക്കുന്നതിനും ആഗോള സാമ്പത്തിക മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇടയാക്കുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ഖഷാം ദ്വീപിലെ കൊലപാതകത്തിന് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ അവിടുത്തെ ഒരു ദമ്പതിയും അവരുടെ കുഞ്ഞും കൊല്ലപ്പെട്ടിരുന്നു. ഇതിനെതിരെ വളരെ ശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇതിനോടൊപ്പം ഇറാനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ രാത്രിയിൽ പരസ്പരം ശക്തമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മുന്നറിയിപ്പുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ സൈനിക താവളങ്ങൾ ഇറാന് നേരെ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് പോർവിമാനങ്ങൾ വിട്ടു നൽകുന്നതിനെ പറ്റിയാണ് ഈ മുന്നറിയിപ്പ്. നിരവധി അമേരിക്കൻ പോർവിമാനങ്ങൾ ഇത്തരം താവളങ്ങളിൽ നിന്ന് ഇറാന് നേരെ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇറാൻ തിരിച്ചടിക്കുമെന്ന നിലപാട് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഖഷാം ദ്വീപിലെ US ആക്രമണവും ആഗോള ഭൗമ വികാസങ്ങളും അതിനെപ്പറ്റി പറയുമ്പോൾ ഗൾഫ് മേഖലയെയും മധ്യപൂർവ്വ ഏഷ്യയെയും വീണ്ടും അതീവ ഗുരുതരമായ ഒരു യുദ്ധമുനമ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്ക ഖഷാം ദ്വീപിൽ നടത്തിയ ഏറ്റുമുട്ടൽ അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിഷേധത്തിനും നയതന്ത്ര അസ്വസ്ഥതകൾക്കും വഴി തുറന്നിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾക്ക് അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ മറ്റൊരു വലിയ സൈനിക നീക്കത്തിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തുന്ന തിരിച്ചടികൾ ഗൾഫ് മേഖലയിലുടനീളം വൻ ഭീതിയാണ് പടർത്തുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൈനിക നീക്കങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാൻ പ്രതികരിക്കുന്നത്. US താവളങ്ങൾക്ക് നേരെ തിരിച്ചടി ഉറപ്പാണ് എന്ന് സഭാ അധ്യക്ഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എതിരെ രംഗത്തെത്തി. അമേരിക്കൻ പോർ വിമാനങ്ങൾക്ക് ഇറാന് നേരെ ആക്രമണം നടത്താൻ തങ്ങളുടെ സൈനിക താവളങ്ങളും വ്യോമപാതയും വിട്ടു നൽകുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അത് വെറുമൊരു മുന്നറിയിപ്പല്ല. അത്തരം താവളങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരെ നിരന്തരം ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ ആ താവളങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം വ്യാപിപ്പിക്കാൻ ഇറാൻ നിർബന്ധിതരാകുന്നു എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ബഹ്റൈൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന മിസൈൽ ഡ്രോൺ തിരിച്ചടികൾ ഈ മുന്നറിയിപ്പിന്റെ വ്യാപ്തിയാണ് വ്യക്തമാക്കുന്നത്. യുദ്ധത്തിന്റെ പോർമുഖങ്ങൾ ഇരുകരയിലും കടലിലും ഒരുപോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചെങ്കടലിലും സൂയിസ് കനാൽ സമീപത്തുമായി ഈജിപ്ഷ്യൻ വാതക ടാങ്കറുകൾക്ക് നേരെയും എണ്ണക്കപ്പലുകൾക്ക് നേരെയും ഉണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമുദ്രപാതയിലെ സുരക്ഷയെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രം വഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എണ്ണയുമായി പോകുന്ന ചരക്കു കപ്പലുകൾക്ക് കടന്നുപോകാൻ ഭയമുള്ള അവസ്ഥയാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. ഈ സമുദ്രപാതയിലെ തടസ്സങ്ങൾ ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്നതിനും തൽഫലമായി വൻകരകളിലുടനീളം
പണപ്പെരുപ്പവും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമാകുന്നതിനും കാരണമാകുന്ന ഭീതിയാണ് സാമ്പത്തിക വിദഗ്ധർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയിൽ ഗസ മേഖലയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ഹമാസുമായി ഒരു സമാധാന നിരായുധീകരണ കരാറിലെത്തിയെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തള്ളലുമായി രംഗത്തെത്തിയിട്ടുണ്ട്. താൻ മുന്നോട്ട് വെച്ച സമാധാന പാക്കേജിന്റെ ആദ്യഘട്ടമാണ് ഇതെന്നും ഇതിലൂടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നുമാണ് വാഷിംഗ്ടൺ അവകാശപ്പെടുന്നത്. കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതേ വാചകം തന്നെയാണ് ട്രംപ് ഇവിടെ പിന്നെയും ആവർത്തിക്കുന്നത്. ഘട്ടം ഘട്ടമായി ഹമാസിനെയും മറ്റ് പോരാളി ഗ്രൂപ്പുകളെയും നിരായുധീകരിക്കാനും തുടർന്ന് ഒരു വലിയ ഫലസ്തീൻ പോലീസിന്റെയും അന്താരാഷ്ട്ര സേനയുടെയും സംയുക്ത നിയന്ത്രണത്തിൽ ഗസയുടെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാനുമാണ് ഈ സമാധാന പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ന് ട്രംപ് തള്ളിവെക്കുന്നുണ്ട്. എന്നാൽ ഒരു വശത്ത് ഗസയിൽ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് ഇറാന് നേരെ അമേരിക്ക നടത്തുന്ന നേരിട്ടുള്ള സൈനിക നീക്കങ്ങളും സിവിൽ കേന്ദ്രങ്ങളിലെ രക്തചൊരിച്ചിലും കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുകയാണ് ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പും കൂടി ചേർത്ത് വായിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന സൈനിക നീക്കങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം വ്യക്തമാണ്. ഗൾഫ് മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ വാർത്തയും കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തിന്റെയോ പ്രാദേശിക ഏറ്റുമുട്ടലിന്റെയോ കഥയല്ല പറയുന്നത്. മറിച്ച് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ആഗോള പ്രതിസന്ധിയുടെയും സാമ്പത്തിക തകർച്ചയുടെയും മുന്നറിയിപ്പാണ് നൽകുന്നത്. ഗഷാം ദ്വീപിൽ വീണ നിഷ്കളങ്കമായ ഒരു കുഞ്ഞിന്റെ ആ ദമ്പതികളുടെയും ചോര ആ മണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് ഇറാന്റെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ വികാരമാണ്. അത് വലിയ പ്രതിഷേധത്തിന് പ്രതികാരാഗ്നിയിലേക്ക് കടക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ചോരയ്ക്ക് അമേരിക്ക കൊടുക്കേണ്ടി വരുന്ന വില എത്രത്തോളം ആയിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ. ഇവിടെ കാര്യങ്ങൾ സങ്കീർണമാകുന്നത് മറ്റ് വിദേശ ശക്തികളുടെ ഇടപെടലുകളിലൂടെയും സ്വന്തം സൈനിക താവളങ്ങളും വ്യോമപാതകളും അമേരിക്കൻ പോർ വിമാനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളിലൂടെയുമാണ്. യുദ്ധം മധ്യപൂർവ്വ ഏഷ്യയിൽ മണ്ണിൽ മാത്രം ഒതുങ്ങില്ല എന്നും തങ്ങളെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്ന ഏതൊരു വിദേശ മണ്ണിലേക്കും ഇറാന്റെ മിസൈലുകൾ പാഞ്ഞടുക്കുമെന്നും ടെഹ്റാൻ നയം വ്യക്തമാക്കുന്നുണ്ട്. ബഹ്റൈനിലെ US താവളങ്ങൾക്ക് നേരെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ അതിന്റെ കൃത്യമായ സൂചനയാണ്. അതായത് യൂറോപ്പും ഏഷ്യയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അറിയാതെയാണ് എങ്കിലും ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് സമുദ്രപാതകളിലെ ഉപരോധങ്ങളിലൂടെയും ആക്രമണങ്ങളിലൂടെയുമാണ്. ചെങ്കടലിലും സൂയസ് കനാലിന് സമീപത്തും ഈജിപ്ത്യൻ വാതക ടാങ്കറിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ ലോക വ്യാപാര മേഖലയുടെ നെഞ്ചത്തേറ്റ മുറിവാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രം വഴി എണ്ണയുമായി പോകുന്ന കൂറ്റൻ ചരക്കു കപ്പലുകൾക്ക് നേരെയും എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം എന്ന അവസ്ഥ വന്നാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുക സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരുമായിരിക്കും. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും തൊഴിൽ നഷ്ടവും ഒക്കെ വലിയ സാമ്പത്തിക പണപ്പെരുപ്പവും ഒക്കെ ഓരോരുത്തരും ഓരോ രാജ്യത്തും അനുഭവിക്കാൻ പോകുന്നു എന്ന് സാരം. മറുവശത്ത് ഗസയിൽ ഹമാസുമായി ചേർന്ന നിരായുധീകരണ കരാറിലെത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും അവിടെ എത്രമാത്രം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് സംശയങ്ങൾ ഏറെയാണ്. ഒരു കൈകൊണ്ട് സമാധാനവും മറുകൈകൊണ്ട് യുദ്ധവും നടത്തുന്ന അമേരിക്കയുടെ നയം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും വലിയ സമാധാനക്കേടിന് ഇടയാക്കിയിട്ടുണ്ട്. സമാധാന സേനയെ വിന്യസിച്ചുകൊണ്ടത് മാത്രം തണുക്കുന്നതല്ല മധ്യപൂർവ്വ ഏഷ്യയിലെ വർഷങ്ങൾ പഴക്കമുള്ള ഈ പുകച്ചിൽ. ചുരുക്കത്തിൽ നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുമ്പോഴും വാശി കാണിക്കുമ്പോഴും തകരുന്നത് പതിനായിരക്കണക്കിന് നിരപരാധികളുടെ ജീവിതവും ആഗോള സമാധാനവുമാണ്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെയും UN പോലുള്ള അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളുടെ ശക്തമായ ഇടപെടലുകളിലൂടെയും ഈ തീപ്പൊരികൾ അണച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖല മാത്രമല്ല ലോകം മുഴുവൻ അതിന്റെ പ്രകമ്പനം അനുഭവിക്കേണ്ടി വരും. വരും മണിക്കൂറുകളിൽ മേഖലയിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ നീക്കവും ലോകത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖല മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ ഭാഗവും ഇതിന്റെ പ്രകമ്പനം അനുഭവിക്കേണ്ടി വരുമെന്ന് സാരം.